പ്രിയപ്പെട്ട കുട്ടികളെ, HS മാസ് വേൾഡിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ 9ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ 17ാമത്തെ വീഡിയോയിലേക്കാണ് പോകുന്നത്. ഒരു ചോദ്യം ഇവിടെ എഴുതിയിട്ടുണ്ട്. എ ബോഡി ട്രാവൽസ് ഇൻ എ സ്ട്രേറ്റ് ലൈൻ വിത്ത് ഇനിഷ്യൽ സ്പീഡ് u meter per second and its speed increases by a meter per second in each second. It covers a distance of ut plus half at square meter in t second. If it covers 10 meter in 2 seconds and 28 meter in 4 seconds, find the initial speed and the rate at which the speed increases. ഇങ്ങനെയാണ് ചോദ്യം തന്നിരിക്കുന്നത്. അതായത് ഒരു ബോഡി ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈനിൽ സഞ്ചരിക്കുകയാണ്. അതിൻ്റെ ഇനീഷ്യൽ സ്പീഡ് u meter per second. തുടങ്ങിയ വേഗത u meter per second and its speed increase, അതിന്റെ സ്പീഡ് ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് ആക്സിലറേറ്റ് ചെയ്ത് പോവാണ്. ഇൻക്രീസ് ചെയ്ത് a meter per second, ഓരോ സെക്കൻഡിൽ a meter per second എന്ന രീതിയിൽ ഇൻക്രീസ് ചെയ്ത് പോകും. അങ്ങനെ വർദ്ധിച്ചു പോകുമ്പോൾ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ t സെക്കൻഡ്, ഒരു t സെക്കൻഡിൽ സഞ്ചരിക്കുന്ന ദൂരം എന്ന് പറയുന്നത് ut plus half at square ആണ് തന്നിട്ടുണ്ട്. ഇനി രണ്ട് കണ്ടീഷൻ തന്നിട്ടുണ്ട്. ഇറ്റ് കവേഴ്സ് 10 meter in 2 seconds, 10 മീറ്റർ 2 സെക്കൻഡ് കൊണ്ട് സഞ്ചരിക്കും. അതുപോലെ തന്നെ 28 മീറ്റർ 4 സെക്കൻഡ് കൊണ്ട് സഞ്ചരിക്കും. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഇനിഷ്യൽ സ്പീഡ് u എത്രയാണ്, സ്പീഡ് ഇൻക്രീസ് ചെയ്യുന്ന റേറ്റ് എത്രയാണ്, a എത്രയാണ്. അപ്പോൾ യുയും എയും കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? വളരെ സിമ്പിൾ ആയിട്ടുള്ള അവിടെ നമുക്ക് ഒരു റിലേഷൻ തന്നിരിക്കുകയാണ്. ആ തന്നിരിക്കുന്ന റിലേഷൻ ഒന്ന് അപ്ലൈ ചെയ്ത് ഇക്വേഷൻ ഫോം ചെയ്ത് എന്ത് ചെയ്താൽ മതി, യുയും എയും കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ആദ്യത്തെ കണ്ടീഷൻ എന്താണ്? ഗിവൺ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഈസ് ഈക്വൽ ടു ut plus half at square. അതിൽ ഫസ്റ്റ് കണ്ടീഷൻ തന്നിരിക്കുന്നത് ഇറ്റ് കവേഴ്സ് 10 meter in 2 seconds. അപ്പോൾ ഡിസ്റ്റൻസ് 10 meter ആണ് എപ്പോഴും ആഫ്റ്റർ 2 seconds. അപ്പോൾ t2 ആകുമ്പോൾ ഡിസ്റ്റൻസ് 10 meter ആണ്. അപ്പോൾ when t is equal to d equal to 10 എന്ന് കിട്ടും. അപ്പോൾ ടിയുടെ സ്ഥാനത്ത് നമുക്ക് എന്ത് ചെയ്യാം, t is replaced by 2. അപ്പോൾ ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു 10. ഡിസ്റ്റൻസിന്റെ സ്ഥാനത്ത് 10 വരും. അപ്പോൾ എന്ത് കിട്ടി, u ഇൻറ്റു 2 പ്ലസ് ഹാഫ് ഇൻറ്റു എ ഇൻറ്റു ടി സ്ക്വയർ, അതായത് 2 സ്ക്വയർ ഈക്വൽ ടു 10 കിട്ടും. ഡിസ്റ്റൻസ് 10 മീറ്റർ ആണ്, 2 സെക്കൻഡ്. അപ്പോൾ ടിയുടെ സ്ഥാനത്ത് 2 കൊടുത്തു, ഡിസ്റ്റൻസ് 10 അപ്പോൾ u ഇൻറ്റു 2 2u എന്ന് കിട്ടും. ഹാഫ് ഇൻറ്റു എ ഇൻറ്റു 2 സ്ക്വയർ എന്ന് കിട്ടും 2u പ്ലസ് ഹാഫ് ഇൻറ്റു എ ഇൻറ്റു 4 എന്നാവും. അപ്പോൾ 2u പ്ലസ് ഇവിടെ ഒരു ഹാഫ് വെട്ടിപ്പോവും, 4/2 2 എന്ന് വരും. അപ്പോൾ 2u പ്ലസ് 2a ഈക്വൽ ടു 10 എന്ന് കിട്ടും. സിംപ്ലിഫൈ ചെയ്ത് മനസ്സിലായല്ലോ. ഇവിടെ 2u, ഇത് ഹാഫ് ഇൻറ്റു എ ഇൻറ്റു 2 സ്ക്വയറിന്റെ സ്ഥാനത്ത് 4 എന്ന് എഴുതി. അപ്പോൾ ഈ ഹാഫ് എന്ന് പറഞ്ഞാൽ /2. അപ്പോൾ ഈ 2 4നെ 2 കൊണ്ട് ഇത് ഇത്രയും സിംപ്ലിഫൈ ചെയ്തു. അതായത് 4/2 2 എന്ന് എഴുതി. അപ്പോൾ 2 ഇൻറ്റു എ എന്ന് കിട്ടി. അപ്പോൾ ഇത് 2u, ഇത് 2a ഈക്വൽ ടു 10. ഒരു ഇക്വേഷൻ കിട്ടി. അതിൽ എത്ര 2 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യാം, കോമൺ ഫാക്ടർ ആണല്ലോ 2. അപ്പോൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എന്ത് കിട്ടും, 2u/2 2a/2 ഈക്വൽ ടു 10/2 എന്നാവും. അപ്പോൾ 2u/2 എന്ന് പറഞ്ഞത് u, 2a/2 എന്ന് പറഞ്ഞാൽ a, 10/2 എന്ന് പറഞ്ഞാൽ 5. സോ വി ഹാവ് ഗോട്ട് u plus a equal to 5. എ സിമ്പിൾ ഇക്വേഷൻ, u plus a equal to 5 എന്ന് കിട്ടി. ഈ രണ്ടാമത്തെ കണ്ടീഷൻ എന്താ പറഞ്ഞിരിക്കുന്നത്, ഇറ്റ് കവേഴ്സ് 28 meter in 4 seconds. അപ്പോൾ ഡിസ്റ്റൻസ് 28 ടൈം 4. അപ്പോൾ ടിയുടെ സ്ഥാനത്ത് 4 എന്ന് കൊടുക്കണം. ടിയുടെ സ്ഥാനത്ത് 4, അപ്പോൾ ഡിസ്റ്റൻസിന്റെ സ്ഥാനത്ത് 28 എന്ന് കിട്ടും. അപ്പോൾ അടുത്ത when t is equal to 4 and d is equal to 28, അവിടെ u ഇൻറ്റു 4 പ്ലസ് ഹാഫ് ഇൻറ്റു എ ഇൻറ്റു 4 സ്ക്വയർ ഈക്വൽ ടു 28 എന്ന് കിട്ടും. അപ്പോൾ കേട്ടോ ഇവിടെ ഈ 4 കളർ മാറ്റി കൊടുത്തിരിക്കുന്നത്, ടിയുടെ സ്ഥാനത്തൊക്കെ 4 കൊടുത്തു. ഇനി അത് സിംപ്ലിഫൈ 4u പ്ലസ് ഇത് 4 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16 വരും. അപ്പോൾ 16 ഹാഫ് ഇൻറ്റു എ ഇൻറ്റു 16. അപ്പോൾ 16ന്റെ ഹാഫ് 8a എന്ന് വരും. അപ്പോൾ 4u പ്ലസ് 8a ഈക്വൽ ടു 28 എന്ന് കിട്ടും. അപ്പോൾ 4u പ്ലസ് 8a ഈക്വൽ ടു 28. ഇവിടെ കോമൺ ഫാക്ടർ ഉണ്ട്, 4 ക്യാൻസൽ ചെയ്യാം. അപ്പോൾ 4u/4 എഴുതാം, 8a/4 എഴുതാം, 28/4 എഴുതാം.
4u/4 എന്ന് പറഞ്ഞാൽ u, 8a/4 എന്ന് പറഞ്ഞാൽ 2u, 2a, 28/4 എന്ന് പറഞ്ഞാൽ 7. So we have got another equation u plus 2a equal to 7. So ഈ രണ്ട് ഇക്വേഷൻ നോക്കിക്കേ, ഇത് u plus a equal to 5, ഇതിവിടെ u plus 2a equal to 7. അതായത് ഇവിടെ ഒരു a ഇതിനേക്കാൾ കൂടുതലുണ്ട്, അല്ലെങ്കിൽ 2a നമുക്ക് a plus a എന്ന് എഴുതാം. അപ്പോൾ u plus ഈ ഇക്വേഷൻ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുകയാണ്, 2a എന്നുള്ളത് a plus a എന്ന് എഴുതി. അപ്പോൾ u plus a equal to 7 എന്ന് കിട്ടി. അതിൽ u plus a എന്ന് പറയുന്നത് 5 ആണ്. അപ്പോൾ 5 plus a equal to 7 എഴുതും. a equal to എന്തെന്ന് എഴുതാം, 5ഉം എയും കൂടി ആഡ് ചെയ്യുമ്പോഴാണ് 7. അപ്പോൾ 7 - 5 that is 2 എന്ന് കിട്ടും. അതായത് എയുടെ സ്ഥാനത്ത്, അല്ലെങ്കിൽ 5 plus 2 ആണ് 7 അല്ലേ, 5 plus 2 ആണ് 7. അപ്പോൾ എയുടെ സ്ഥാനത്ത് 2 അങ്ങനെ ഡയറക്റ്റ് എഴുതിയാലും കുഴപ്പമില്ല. അപ്പോൾ എന്ത് കിട്ടി, a equal to 2 എന്ന് കിട്ടിയ. ഇവിടെ ഹിയർ u plus a equal to 5 ആണ്, a ആണ് 2 കിട്ടിയിരിക്കുന്നത്. അപ്പോൾ 3 plus 2 ആണ് 5. അപ്പോൾ u എത്രയായിരിക്കണം, 3 ആയിരിക്കണം. അപ്പോൾ u plus a equal to 5 എന്നതിൽ എയുടെ സ്ഥാനത്ത് 2 കൊടുക്കുക. അപ്പോൾ u plus 2 equal to 5 എന്ന് കിട്ടും. അപ്പോൾ u is equal to 5 minus 2 that is 3. അപ്പോൾ we got the values of a and 3. അപ്പോൾ initial speed is equal to 3 meter per second എന്നും the speed, the rotating speed increases equal to 2 meter per second എന്നുള്ള കിട്ടും. അപ്പോൾ രണ്ട് a equal to 2 എന്നും u equal to 3 എന്നും കിട്ടും. ഈ തരത്തിൽ വളരെ ലളിതമായിട്ട് ചോദ്യം ചെയ്യാം. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു.